നല്ല ജോലി വേണോ? പ്രവാസികളൊക്കെ പഠിക്കണം, ജോലിക്ക് പോകുന്നവർ പഠിക്കണം. നിങ്ങൾക്കൊരു നല്ല ജോലി വേണോ? അള്ളാഹു പറയുകയാ, നിങ്ങൾ സദഖ കൊടുത്താ ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദ് പൈസ കിട്ടാൻ വെറുതെ പറഞ്ഞതല്ല, തെളിവ് പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്ക് തെളിവ് പറഞ്ഞു തരാം. നിർത്താറായോപ്പാ? നിർത്താറായോ? 11:20 നീ ഉണ്ട് 10 മിനിറ്റ്. ഇൻഷാ അല്ലാഹ് സമയം തെറ്റത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ചരിത്രം കേൾക്കാൻ സമയമുണ്ടോ? അൻവർ എവിടെ പോന്നു? ഈ ഓരോ ഇവിടെ ഞാൻ ഇരിക്കടോ. ഞങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? ഒരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. കൊച്ചാപ്പ മൂസായുടെ പേരല്ല ഞാൻ പറഞ്ഞ, ഒരു നബിയുടെ പേരാ പറഞ്ഞ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാണ്. വല്ലാത്ത ആരോഗ്യവാ മൂസാ നബിക്ക്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒറ്റയടി കൊടുത്തു. ഓൻ മരിച്ചുപോയി, ഒരു മരിച്ചുപോയി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മൂസാ, നീയാണ് കൊന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഫിർഔനിന്റെ ആൾക്കാർ വരുന്നുണ്ട്, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി മദിയൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് നാട് കടന്നു. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടു. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നാട് വിട്ടു ദിവസങ്ങളോളം സഞ്ചരിച്ചു. മൂസാ നബി ഇങ്ങനെ ചെന്നു നോക്കുമ്പോ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഇടകലർന്നുകൊണ്ട് വെള്ളം കോരുകയാണ്. 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. അപ്പൊ മൂസാ നബിക്ക് ഇത് കണ്ടപ്പോ ഒരു അത്ഭുതം. മൂസാ നബി അലൈഹിസ്സലാം ഈ 2 പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തേ വെള്ളം കോരാൻ പോകുന്നില്ലേ? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അല്ലാഹു അലം, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ പറഞ്ഞേ? എന്നത്തെ കാര്യം പറയണേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണുങ്ങൾ പറയുകയാ, ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്. ബേക്കലിൽ ഫെസ്റ്റിവല് നടന്നപ്പോ പോകണമായിരുന്നു, കാണണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ? ഇവിടെയുള്ള ചങ്ങായിമാരുണ്ടായിരുന്നല്ലോപ്പാ ബേക്കലുകാര്. ഇന്നലെ ഞാൻ വയല് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, ഇന്നലെ കാസർഗോഡ്, ഇന്നലെ വെളിയങ്കോട് വയല് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ബേക്കലിലുള്ള 2-3 ചങ്ങാതിമാര് വന്നു. നമ്മുടെ പേരെന്തോ, നൈഫ്, അജീറൊക്കെ. ഉസ്താദേ എന്ന് പറഞ്ഞു. അവന്മാര് ഇന്നലെ വണ്ടി വരുമ്പോ ഇങ്ങനെ ഇതിന്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. അതിലൊരു ചങ്ങാതിയുടെ ഭാര്യയുടെ വീട് ഇവിടെ വന്നിട്ടുണ്ടാവും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. രാത്രി 2 മണി